ഏതായാലും ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളെ നിങ്ങൾ തിരിച്ചറിയണം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ. ഇവരുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന സൈന്യത്തെ തിരിച്ചറിയുക. ഇറാൻ, സിറിയ, റഷ്യ ടീമുകളാണ്. അവരുടെ പുറകിൽ നിൽക്കുന്നയാള് സാക്ഷാൽ അല്ലാഹുവാണ്. എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വളരെയധികം ശ്രദ്ധേയമായതാണ്. നമുക്കറിയാം, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ആരംഭിച്ച യുദ്ധം ഹമാസിന്റെ പൂർണ്ണനാശത്തിലേക്കും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും പൂർണ്ണനാശത്തിലേക്കും അവിടം കടന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് പുറകിൽ നിന്ന് ചരട് വലിച്ചിരുന്ന സിറിയയുടെയും ഇറാന്റെയും നാശത്തിലേക്കും ചെന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗംഭീരമായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ പശ്ചിമേഷ്യ മുഴുവൻ ഇത്രയും പ്രശ്നം വിതറിയിരിക്കുന്ന കലാകാരൻ വാസ്തവത്തിൽ മുഹമ്മദാണ്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ വരവിന് ശേഷമാണ് ഇത്തരത്തിൽ ദേശത്തിന്റെ സമാധാനം അവസാനിച്ചുകൊണ്ട് തമ്മിക്കുത്തി മരിക്കത്തക്ക നിലയിൽ ഒരു സംവിധാനം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്നത്. അതിനൊരു ഐകരൂപ്യം കൈവന്നത് അല്ലാഹുവിന്റെ പേരിൽ യുദ്ധം എന്ന നിലയിലേക്കും ഇസ്രായേലിനെ നശിപ്പിച്ചേ തീരൂ എന്ന ഒരു നിർബന്ധത്തിലേക്കും നീങ്ങുന്നത് അള്ളാഹുവിന്റെ വരവോടുകൂടിയാണ്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ വരവോടുകൂടിയാണ്. രണ്ടും ഒന്ന് തന്നെയാണല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഓരോ രാജ്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇറാഖ് ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ലെബനൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, തുർക്കി ആയിക്കോട്ടെ, ഈ രാജ്യങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ ആൾക്കാർ തന്നെ തമ്മിലടിക്കുകയാണ്. അവരെ തന്നെ അവർ കൊല്ലുകയാണ്. കാരണം അതാണ് സമാധാന മതത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെയാണ് കാര്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. യഹോവ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അല്ലാഹുവും കൂട്ടരും ചിതറിപ്പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. നാളുകൾക്ക് മുമ്പ് ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ, അല്ല, എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുമ്പ് ഒരു ചെറിയ വെടിവെക്കൽ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ കേരളത്തിലെ പല ഇസ്ലാമിക സുഹൃത്തുക്കൾ ഞങ്ങളെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, സിറിയയിൽ നിന്ന് 2023-നും 2030-നും ഇടയിൽ ലോകം ഭരിക്കുന്ന ഒരു നേതാവ് വരും. അന്ന് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബാഷർ അൽ അസാദാണ്. 2000-ന് മുമ്പ് 1972 മുതൽ ഒരു 28 കൊല്ലം സിറിയ ഭരിച്ചിരുന്നത് ബാഷർ അൽ അസാദിന്റെ അപ്പന്. 2000 മുതൽ 2024 വരെ റൗണ്ട് 1/4 നൂറ്റാണ്ട് ബാഷർ അൽ അസാദും സിറിയ ഭരിച്ചു. എന്ന് പറഞ്ഞാൽ അപ്പനും മകനും കൂടി 1/2 നൂറ്റാണ്ട് സിറിയ ഭരിച്ചു എന്നർത്ഥം. ഈ ഭരണത്തിൽ ലക്ഷക്കണക്കിന് ഇസ്ലാമികൾ തന്നെ കൊല്ലപ്പെട്ടു. മറ്റ് മതക്കാർ, അതിൽ പ്രധാനി ക്രിസ്ത്യാനികളാണ്, നാട് കടത്തപ്പെട്ടു. വളരെ മോശം ഒരു ഭരണം കാഴ്ചവെച്ച ടീമുകളാണ് അപ്പനും മകനും. പക്ഷേ അവർ 50 വർഷം ഭരിച്ചു എന്ന് നമ്മൾ അറിയണം. ഒരു പുരുഷായുസ് എന്നൊക്കെ നമുക്ക് പറയാമാകുന്ന കാലം അവർ ഭരിച്ചു. ഇവർ കൊന്നതിലധികം പേരെയും ഇസ്ലാമികളെ തന്നെയാണ്. നമുക്കറിയാം, ഇവരിൽ തന്നെ 2 ഗ്രൂപ്പുണ്ട്, ഷിയയും സുന്നിയും. ഷിയ ഗ്രൂപ്പിൽ അലാവൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമാണ് ഈ പറഞ്ഞ ആസാദിന്റെ കുടുംബം. 50 കൊല്ലം ഇവരുടെ ഭരണം ഇങ്ങോട്ട് തീരുമ്പോൾ ഏറെക്കുറെ 70% അലാവൈറ്റായി മാറുകയാണ്. ബാക്കിയുള്ള എല്ലാവരെയും അവർ ഒതുക്കി എന്നുള്ളതാണ് അതിലെ പ്രാധാന്യം. അപ്പോൾ ഈ ഒതുക്കൽ പരിപാടി നടന്നു വരുന്ന ഘട്ടത്തിൽ, അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ അറിയേണ്ടത്, മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നതാണ് ഈ വ്യാജ മതത്തിന്റെ ഒരു രീതി. അതിൽ യഹൂദനെയോ ക്രിസ്ത്യാനികളെയോ നശിപ്പിക്കുക എന്നത് 2ാമത്തെ തരമാണ്. ഒന്ന് ഇവര് തന്നെ നശിക്കുക എന്നുള്ളതാണ്. ഇനി യഹൂദനെ മൊത്തം ഇവിടെ നശിപ്പിച്ചെന്നിരിക്കട്ടെ, ക്രിസ്ത്യാനിയെ മൊത്തം നശിപ്പിച്ചെന്നിരിക്കട്ടെ, മുഴുവൻ ലോകവും
ഇസ്ലാമിന് കൊടുത്തെന്നിരിക്കട്ടെ, സമാധാനം ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അതാണ് ഇവരുടെ സമാധാന മതത്തിന്റെ ഫിലോസഫി. ഒടുവിൽ തമ്മിൽ തല്ലിച്ചാവുക, അതാണ് അതിന്റെ രീതി. അതിപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ അതിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ നടക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒക്ടോബർ 7 അടിക്കാൻ വേണ്ടി വന്ന കക്ഷി ഹമാസ് ആണെങ്കിലും ഹമാസിന്റെ പുറകിൽ നിന്നിരുന്ന പിൻനിര ശക്തികൾ, ഫ്രണ്ടിൽ നിന്നിരുന്ന, അടിക്കാൻ വേണ്ടി നിന്നിരുന്ന ബോധമില്ലാത്ത ചാവേർ പടയാണ് ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും. അവരെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ലെബനൻ, സിറിയ, ഇറാൻ. ഇപ്പോൾ യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഒരു വിശാല ഇസ്രായേലായി മാറും. മാത്രമല്ല, മധ്യ ഏഷ്യയിലെ പൊളിറ്റിക്കൽ മാപ്പ് തന്നെ മാറും. അത് മാറുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനിടയിൽ UN ഇടപെട്ടു, മറ്റിതര രാജ്യങ്ങൾ ഇടപെട്ടു. ഇവിടത്തെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ 1 കൊല്ലത്തിലധികമായിട്ടും, ഏറെക്കുറെ 1.5 കൊല്ലത്തോളം എത്തിയിട്ടും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അവരുദ്ദേശിച്ച തലത്തിലേക്ക് കഥ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റാർക്കും അതിനകത്ത് കളിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്റെ വ്യക്തത. ഇനിയും തുർക്കിയിലേക്ക്, ഇപ്പൊ സിറിയ പിടിച്ചിരിക്കുന്നു, ഇനി തുർക്കിയിലേക്ക് കടക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എനിക്കിതിനകത്ത് ഒരുപാട് കാര്യം പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നേതാക്കന്മാർ പറഞ്ഞിരുന്ന അൽ മഹദി എന്ന ലോകം ഭരിക്കാൻ പോകുന്ന നേതാവ് സിറിയയിൽ നിന്ന് 2023-നും 30-നും ഇടയിൽ വരും എന്നിവർ പറയുമ്പോൾ ഇവർ ഉദ്ദേശിച്ചത് ആസാദിനെയാണോ, അതോ ഇപ്പൊ വന്നിരിക്കുന്ന ജൊലാനിയെയാണോ? ആരെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? ഏതായാലും ഇവർക്ക് രണ്ടുപേർക്കും ലോകം ഭരിക്കാനുള്ള ശേഷി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആസാദിനെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയാണ്. ആസാദിന് ഇപ്പോൾ സ്വന്തമായിട്ട് നിൽക്കാൻ രാജ്യമോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ല. ആസാദിനെ സഹായിക്കാൻ സാധ്യതയുള്ളത് ഇറാനാണ്. ഇറാനാണെങ്കിൽ നിലത്ത് നിൽക്കാനുള്ള സൗകര്യവും ഇല്ല. ഇത്തരത്തിൽ ആസാദിനൊരു സപ്പോർട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യത കുറവാണ്. ഇനി ജൊലാനിയാണോ വരാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ, ജൊലാനിയുടെ തലയ്ക്ക് $10 മില്യൺ എങ്ങാണ്ടോ ആണ് അമേരിക്ക വിലയിട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ചിലപ്പോൾ ട്രംപ് വന്ന് ആദ്യ മാസങ്ങളിൽ തന്നെ ജൊലാനിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക പൊളിറ്റിക്സ് തന്നെ മാറി മറിയുകയാണ്. ഇവിടെ ജൊലാനി എന്ന കഥാപാത്രം ജനിച്ചത് സൗദി അറേബ്യയിലാണെന്നും വളർന്നത് സിറിയയിലെ ദമസ്കസിലാണെന്നുമാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ ജനിച്ചയാള് സിറിയയിലെ ദമസ്കസിൽ ചെന്ന് അവിടെ വളരുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് അവിടുത്തെ രീതി മനസ്സിലാകുന്നത്. ഷിയ വിഭാഗത്തിലെ അലാവൈറ്റിന്റെ നേതൃത്വത്തിലുള്ള ബാത്ത് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പന്റെ ഭരണത്തിന് ശേഷം ആസാദിന്റെ ഭരണം നടന്നിരിക്കുന്നു. അവിടെ ഇവരുടെ ആൾക്കാർ ഒഴികെയുള്ളവരെ എല്ലാം എന്ത് ശക്തി ഉപയോഗിച്ച്, ഇപ്പൊ കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ആൾക്കാർ വളരെ മൃഗീയമായി ഉപദ്രവിച്ച് കൊല്ലുന്ന രീതി ആസാദ് അവിടെ നടപ്പിലാക്കുകയാണ്. ഇതിനെതിരെ പോരാടുക എന്ന ഉദ്ദേശത്തോടു കൂടി സിറിയയിൽ പ്രോഗ്രാം ആരംഭിച്ചുവെങ്കിലും അതിനുള്ള സൗകര്യം അയാൾക്ക് അവിടെ ലഭിക്കാത്തത് കൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ അയാൾ നിൽക്കുന്ന സമയത്താണ് അയാൾ ജയിലിലാണ്. പാവപ്പെട്ടവനായതുകൊണ്ടല്ല, അയാൾ അപ്പോൾ തന്നെ ഒരു തീവ്രവാദി നേതാവായി മാറി എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അയാൾ ഒരു സൂയിസൈഡ് ബോംബ് അറ്റാക്കിന്റെ ആളാണ്. അപ്പൊ ചെയിനായിട്ട് ബാഗ്ദാദിലുടനീളം സൂയിസൈഡ് ബോംബിങ്ങിന്റെ ചുക്കാൻ പിടിച്ചത് കൊണ്ടാണ് ജൊലാനി ജയിലിലാകുന്നത്. ജൊലാനി ജയിലിലാകുമ്പോൾ ജയിലിൽ വെച്ച് പരിചയപ്പെടുന്നതാണ് ബാഗ്ദാദി എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയെ. അയാളുടെ പേര് അബൂബക്കർ അൽ ബാഗ്ദാദി എന്നെങ്ങാണ്ടുമാണ്. അപ്പോൾ അയാള് നമ്മുടെ ഒസാമ ബിൻ ലാദന്റെ ആളാണ്, അൽ ഖ്വയ്ദയുടെ ആളാണ്. അങ്ങനെ അവർ ഇറാഖിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാലം. ഇവർ രണ്ടുപേരും ഇസ്ലാമിക ഭക്തന്മാരാണല്ലോ. അങ്ങനെ ഈ ബാഗ്ദാദിക്ക് ലോകം മുഴുവൻ ISIS സ്റ്റേറ്റ് കൊണ്ടുവരാനുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരാനുള്ള താല്പര്യമുണ്ട്.
അതിൽ അല്പമല്ലാത്ത ആഗ്രഹം ജൊലാനിക്കുമുണ്ട്. ജൊലാനിക്ക് ലോകം മുഴുവൻ പിടിച്ചില്ലെങ്കിലും സിറിയ മറിക്കണമെന്നൊരു ആഗ്രഹം പുള്ളിക്കും. അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബീജം വഹിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത് പോലെ കാരാഗ്രഹത്തിനകത്ത് വെച്ച് സിറിയയുടെ ഒരു മോചനത്തിന്റെ ബീജം ജൊലാനിയുടെ ഉള്ളിൽ ആളിക്കത്താൻ തുടങ്ങി. ഏതായാലും നല്ലൊരു തീവ്രവാദി കൂട്ടുകാരനെ കിട്ടിയതിന്റെ സന്തോഷം ബാഗ്ദാദിക്കും ഉണ്ടായി. ശേഷം കാരാഗ്രഹവാസം രണ്ടുപേരും വിടുന്നു. ജൊലാനി പതിയെ സിറിയയിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം ആ സമയത്താണ് ഒസാമ ബിൻ ലാദന്റെ അമേരിക്ക ആക്രമണം നടക്കുന്നത്, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ദേശത്തുടനീളമുള്ള അൽഖ്വയ്ദ നേതാക്കന്മാരെ പിടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്കയുടെ താണ്ഡവ നൃത്തം നടക്കുന്ന സമയം, അതിനോടനുബന്ധിച്ച് സദാം ഹുസൈനെ വധിക്കുന്ന സമയം, ഗദ്ദാഫിയെ പിടിക്കുന്ന സമയം, ഇങ്ങനെ പല വിഷയങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ജൊലാനി നാട് വിട്ടു. ജൊലാനി നേരെ സിറിയയിൽ പോയി. സിറിയയിൽ അലപ്പോയിലെ ഇദ്ലിബ് എന്ന പട്ടണത്തിൽ മൂപ്പര് താമസം ഉറപ്പിച്ചു. അവിടെ ഉറപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ശക്തമായ സൂയിസൈഡ് ബോംബ് അറ്റാക്ക് ഇയാൾ ചെയ്തു. ഇപ്പൊ ദേശത്തുടനീളം സൂയിസൈഡ് ബോംബ് അറ്റാക്ക് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലാക്കുന്നു. ഭരണത്തിനെതിരെ എഴുത്തുകൾ എഴുതുന്നവരെയും ന്യൂസ് വായിക്കുന്നവരെയും അവർ ഉപദ്രവിച്ച ആൾക്കാരെ, വിക്ടിംസിനെ കൊണ്ടുപോയി മെഡിക്കൽ സപ്പോർട്ട് കൊടുത്ത ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അടക്കം കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സിറിയൻ ഭരണം അങ്ങനെ അവരുടെ താണ്ഡവ നൃത്തമാടുകയാണ്. അതിന് റിബലായി ജൊലാനിയുടെ നേതൃത്വത്തിൽ ശക്തി ആർജിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ബാഗ്ദാദി ഒരു വീഡിയോ റിപ്പോർട്ട് പുറത്തിറക്കി. ഞങ്ങളുടെ ISIS അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ അൽ ഖ്വയ്ദ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നും അതിന്റെ സിറിയയിലെ ഞങ്ങളുടെ ആളാണ് ജൊലാനി എന്നും ബാഗ്ദാദി തട്ടിവിട്ടു. അപ്പോഴേക്കും ജൊലാനി അതിനെ പതിയെ തള്ളിക്കളഞ്ഞു. കാരണം ജൊലാനിക്ക് ലോകമെമ്പാടും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും നിരന്നു നിൽക്കുന്ന ഈ അൽ ഖ്വയ്ദയോട് ചേർന്ന് നിന്നാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മൂപ്പർക്ക് ഒരു വിവേകമുണ്ടാകുന്നു. അത് ലോകരാഷ്ട്രങ്ങളിലെ പല രാജ്യങ്ങൾക്കും ഒരു ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു ബോധോദയം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അദ്ദേഹം പതിയെ അൽ ഖ്വയ്ദയെ വിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു പിക്ചർ കൊടുക്കുകയാണ്. അതാണ് ജാബത്ത് അൽ നുസ്ര എന്ന് പറയുന്ന ഒരു സംഘടന. പിന്നെ അതിന്റെ നേതൃത്വത്തിൽ അവർ ശക്തി ആർജിക്കുന്നു. സിറിയയുടെ മോചനം ലക്ഷ്യമാക്കി അയാൾ യുദ്ധം ആരംഭിക്കുന്നു, വീഡിയോസ് പ്രസിദ്ധീകരിക്കുന്നു. അതോടുകൂടി അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും പല പോരാളികൾ ഇയാളുടെ കൂടെ വന്നുകൂടുന്നു. പിൽക്കാലത്ത് പല പ്രോക്സി ഗ്രൂപ്പുകളും ജൊലാനിയോട് കൂടെ വന്നു ചേരുന്നു. ജൊലാനി പെട്ടെന്ന് ശക്തി ആർജിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജൊലാനി NTS എന്ന ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പേര് കൊടുക്കുന്നത്. അത് 2022 ഡിസംബർ 2 അങ്ങനെ കണ്ടാണ്. അതോടുകൂടി ഇവരുടെ നിയമം ശരീഅത്താക്കി മാറ്റി. അതിന് പിറകിലും ശരീഅത്ത് തന്നെയാണ്. ശരീഅത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ ഇവർ അള്ളാഹുവിന്റെ ആളായി കയറി വരികയും തദ്വാര അള്ളാഹുവിന്റെ ആൾക്കാരെല്ലാം ഇവരോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീടുണ്ടായത് ട്രമൻഡസ് ചേഞ്ച് ആണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ആസാദിനെ തള്ളിയിടാൻ തക്കം പാത്തിരിക്കുന്ന സമയത്താണ് ആസാദ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഇറാനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറകിൽ ശക്തിയായി നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ഹമാസിനെ ഇളക്കി വിടുന്നു, ഹമാസ് ഇസ്രായേലിനെ അടിക്കുന്നു. അതാണ് 2023 ഒക്ടോബർ 7. അടുത്ത് ഇസ്രായേലിന്റെ അടി ആരംഭിച്ചു. ഈ അടിക്ക് മുഴുവൻ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് സിറിയ. ഇറാനിൽ നിന്ന് ആണവായുധങ്ങൾ വന്നിറങ്ങുന്നത് ഇറക്കി ഇവിടേക്ക് കൊണ്ടുകൊടുക്കുന്നതും സിറിയയാണ്. റഷ്യയിൽ നിന്ന് ആയുധം എത്തുന്നത് കൊണ്ടെത്തിക്കുന്നതും സിറിയയാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവർ ഈ ഇസ്രായേലിന് നേരെയുള്ള യുദ്ധത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ അകത്തുള്ള സിവിൽ വാർ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ആ സമയം
ജൊലാനി തന്റെ കരുക്കൾ കൃത്യമായി നീക്കുകയും ഇദ്ലിബിൽ നിന്നൊരൽപ്പം ശക്തി ആർജിച്ച് അലപ്പ മുഴുവൻ അയാളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഈ സമയമാണ് അടിക്കാൻ വേണ്ടി ഹിസ്ബുള്ള ഇറങ്ങുന്നത്. ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ളയൊക്കെ കൊന്നുകളയുന്നു. ലബനൻ ആകെ ഉഴുതു മറിക്കുന്നു ഇസ്രായേൽ. അപ്പോൾ ഹമാസിനെ ഏറെക്കുറെ നശിപ്പിച്ചിട്ട് വടക്കോട്ട് മാറി ലബനനെ നശിപ്പിച്ചു. അതിന്റെ കൂടെ തന്നെ ചേർത്ത് ഹിസ്ബുള്ളയെ നശിപ്പിച്ചു. ഈ സമയം സപ്പോർട്ട് ചെയ്യാൻ വന്ന ഇറാനെ ശരിക്കും ഒരു റൗണ്ട് ബോംബിംഗ് ഇസ്രായേൽ ചെയ്തു. അടുത്ത് സിറിയയും അറ്റാക്ക് ചെയ്തു. അതോടുകൂടി സിറിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം വരികയും സിറിയയ്ക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ചെയ്തു. സാമ്പത്തിക നഷ്ടം അവരുടെ പട്ടാളക്കാരെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയി. സൈനിക ശേഷി നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കാൻ തുടങ്ങി. പുറകിൽ നിന്ന് ഈ വിമതർ കയറാൻ തുടങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആസാദിന് സിറിയയിൽ നിന്ന് ദോഹയിലേക്കും ദോഹയിൽ നിന്ന് റഷ്യയിലേക്കും പലായനം ചെയ്യേണ്ടതായി വന്നു. പലായനം എന്ന് പറയാൻ ഒക്കില്ല. റഷ്യയിൽ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഒരു വലിയ പട്ടണം മുഴുവൻ അദ്ദേഹം എടുത്ത് അവിടെ മുഴുവൻ ഇവരുടെ ആൾക്കാർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നും ടൺ കണക്കിന് അമേരിക്കൻ ഡോളർ അവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുമൊക്കെയാണ് റിപ്പോർട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയോ ഫ്ലൈറ്റ് അമേരിക്കൻ ഡോളർ കൊണ്ടുപോയി എന്നാണ് ഏതോ ഒരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്രയും സമ്പത്തിന്റെ ഒരു പിൻബലമൊക്കെ അവർക്കുണ്ടെങ്കിൽ എങ്ങനായിരിക്കും ഇനി അടുത്ത കഥ പോകുന്നത് എന്ന് നമുക്കറിയില്ല. റഷ്യയുടെ സപ്പോർട്ടോട് കൂടി ആസാദ് തന്നെയാണോ അൽമഹദിയായിട്ട് വരാൻ പോകുന്നത് എന്നറിയില്ല. ജൊലാനി ഏതായാലും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ ഇസ്ലാമിക ശക്തി വല്ലാതെ ഉലഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതുകൊണ്ട് തകർന്നൊന്നും പോകത്തില്ല. ഇവരെല്ലാവരും ഒരുമിച്ച് ശക്തിയോടുകൂടി ഇസ്രായേലിനെതിരെ വരുന്നൊരു രംഗം ഉളവായി വരണം. എങ്കിലേ ബൈബിൾ പ്രവചനം സത്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഇതോടുകൂടി അവർ നശിച്ചു എന്നൊന്നും കരുതണ്ട. ഇവരെ ഒരുമിച്ച് ഈ ഒരു അടിയടിച്ചത് ഇവരുടെ അകത്തുള്ള അനൈക്യത്തെ നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറയാൻ ഇപ്പോഴിവർ തമ്മിൽ ഐക്യത ഇല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം കൂടി മാറ്റിയിട്ട് ഇവർ ഷിയയും സുന്നയും ഇതിനകത്തുള്ള എല്ലാ പ്രോക്സീസും ഒരുമിച്ച് ചേർന്ന് ഒറ്റ ഗ്രൂപ്പായി നിന്ന് ഇസ്രായേലിനെയും അമേരിക്കയും നശിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാലേ ലോകം ഭരിക്കാൻ വേണ്ടി അതിനകത്തു നിന്നൊരു നേതാവിന് വരാൻ കഴിയും. അങ്ങനെ ഒരു നേതാവ് വരണം എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് 100% അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ യഹോവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ശത്രുക്കൾ ചിതറിപ്പോയി, അല്ലെങ്കിൽ അൽമഹദി മരിച്ചുപോയി എന്നൊന്നും നമ്മൾ കരുതേണ്ടതായിട്ടില്ല. ഏതായാലും ഒരു 4-5 വർഷത്തിനകത്ത് അൽമഹദിക്ക് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മങ്ങലാണ്. പറയാൻ പറ്റത്തില്ല. പൊളിറ്റിക്കൽ സ്ഥിതിയാണ്. എപ്പോ വേണോ മാറി മറിയാം. റഷ്യ അവിടെ നിന്ന് പൂർണ്ണ ശക്തി കൊടുത്തുകൊണ്ട് അസാദിയെ ഫ്രണ്ടിൽ ഇറക്കി കൊണ്ടുവരുമോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇപ്പോഴത്തെ റഷ്യയുടെ ആരോഗ്യസ്ഥിതിയും പരുങ്ങലിലാണ്. ഇറാന്റെ കാര്യം നമുക്കറിയാം, ആകെ മോശമാണ്. ഏതായാലും ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളെ നിങ്ങൾ തിരിച്ചറിയണം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ. ഇവരുടെ തൊട്ടു പിറകിൽ നിൽക്കുന്ന സൈന്യത്തെ തിരിച്ചറിയുക. ഇറാൻ, സിറിയ, റഷ്യ ടീമുകളാണ്. അവരുടെ പുറകിൽ നിൽക്കുന്നയാള് സാക്ഷാൽ അല്ലാഹുവാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നത് നിങ്ങൾക്ക്? ഈ മനുഷ്യരെ ഫ്രണ്ടിൽ നിർത്തി, രാജ്യങ്ങളെ പുറകിൽ നിർത്തി, അതിന്റെ പുറകിൽ നിൽക്കുന്നത് സാക്ഷാൽ അല്ലാഹുവാണ്, സാക്ഷാൽ ലൂസിഫറാണ്. ഇസ്രായേൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു. ഇസ്രായേലിന്റെ പുറകിൽ യഹോവ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല. യഹോവ ഇസ്രായേലിന് വേണ്ടി ഇറങ്ങും. അവന് ദീർഘനാളുകൾ കൊണ്ട് കൊടുത്തിരിക്കുന്ന പ്രവചന ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നു, എന്റെ ജനത്തിനു വേണ്ടി ഞാൻ എഴുന്നേൽക്കും. യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ശത്രുക്കൾ ഇല്ലാതെയാകുന്നു എന്നാണ് വചനത്തിന്റെ പരാമർശം. അവകളിലൊന്നും അണുവിട വ്യത്യാസം വരില്ല. എഴുതി വച്ചിരിക്കുന്നത് അപ്പാടെ അങ്ങനെ തന്നെ സംഭവിക്കും.
ഇതിനിടയിൽ ക്രൈസ്തവൻ എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ, എതിർ ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പ് ദൈവം തനിക്കായി, തന്റെ ജനത്തിനായി, ദൈവം തന്റെ ജനത്തിനായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോകും. ക്രൈസ്തവരെന്ന് പറയുമ്പോൾ നാട്ടിൽ കണ്ട എല്ലാ ക്രൈസ്തവരെയും അല്ല, യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, വായി കൊണ്ട് ഏറ്റുപറഞ്ഞ്, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ്, വചനപ്രകാരം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, കൃപാവരങ്ങളിൽ ജ്വലിച്ച്, അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച്, പ്രാർത്ഥനയോടും കൂട്ടായ്മയോടും തിരുമേശയെടുത്ത് ജീവിക്കുന്ന ജനത്തെ സ്വീകരിക്കാൻ ആണ് കർത്താവ് വരുന്നത്. അതാ പത്രോസിനോട് ജനം വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് കൊടുക്കുന്ന മറുപടിയാണിത്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഈ കേട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പോകും. ഈ 7 കാര്യങ്ങളാണ് ഒരു സഭയ്ക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഉപദേശം. ഇവകളിൽ നിലനിൽക്കുന്ന ദൈവജനത്തെ ചേർക്കുവാനാണ് കർത്താവ് എത്രയും വേഗം മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നത്. കർത്താവ് വന്ന് തന്റെ ജനത്തെ ചേർത്ത് കൊണ്ടുപോയാൽ ലോകം ഭരിക്കാൻ ഏക ഭരണാധികാരി രംഗത്തെത്തും. അയാൾ 7 കൊല്ലം ഇവിടെ ഭരിക്കും. ആ 7 കൊല്ലത്തിന്റെ ആദ്യ പകുതി ഇസ്രായേൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും. 2ാം പകുതി ഇസ്രായേൽ നാടുവിടേണ്ടതായി വരും. 2ാം പകുതിയുടെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ 2 പകുതി എന്ന് നമ്മൾ പറയുന്നത് 7 കൊല്ലം 3.5 ആദ്യത്തെ 3.5 ഇസ്രായേൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും. 2ാമത്തെ 3.5 കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് കഴിഞ്ഞാൽ 7 കൊല്ലം കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അന്നാണ് ഇസ്രായേൽ മുഴുവൻ കർത്താവിനെ സ്വീകരിക്കുന്നതും കർത്താവ് തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സകല രാജ്യങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകനും യെഹെസ്കേലും ഒക്കെ ഒരുപാടിടങ്ങളിൽ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം താമസമിനാ സംഭവിക്കും. ഏതായാലും ഉരുക്കുകോട്ട പോലെ നിന്നിരുന്ന സിറിയയും ഇറാനും വീണതുപോലെ നാളെ തുർക്കിയും വീഴും. ഇവറ്റകൾ വീഴുന്നത് കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം: ഇവകളിലെല്ലാം ആൾപ്പാർപ്പില്ലാതെ വരുമെന്ന് പ്രവാചകന്മാർ എഴുതി വെച്ചത് 2200 വർഷങ്ങൾക്ക് പുറകിലാണെന്ന വസ്തുത നിങ്ങൾ വിസ്മരിക്കരുത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, വിശുദ്ധ വേദപുസ്തകം മേടിക്കൂ, അവകൾ വായിച്ചു നോക്കൂ, സമകാലീന സംഭവങ്ങൾ വിലയിരുത്തൂ. അവകൾ മാനവകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്ത യഹോവയായ ദൈവവും തന്റെ പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഈ ഭൂമിയുടെ ഉൽപ്പത്തിയിൽ എന്ന പോലെ ഇതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലും ഇതിന്റെ ഭാവി ന്യായവിധിയിലും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നേരിന്റെ ഭാഗത്ത് നിൽക്കാൻ ശ്രമിക്കൂ. വഞ്ചിതരാകാതിരിക്കൂ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.